അങ്ങനെ ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും വന്ന് ആട് 3. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നടുവിരൽ സംസ്കാരത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം എന്താ പറഞ്ഞാൽ ഇതുപോലൊരു കാട്ടവരാത സിനിമ വേറെ ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ ജയസൂര്യൻ്റെ കംബാക്ക് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയി കണ്ടത്. സത്യം പറഞ്ഞാൽ തല്ലിപ്പൊളി സിനിമ എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി സിനിമ. വേസ്റ്റ്. ആട് സെക്കൻഡിൻ്റെ 7 അയലത്ത് പോലും ഈ പടം എടുത്തു വെക്കാനില്ല. മിഥുൻ മാനുവൽ നമ്മളെയൊക്കെ പഠിപ്പിച്ച് സത്യം പറഞ്ഞത് ഇത്ര കച്ചറ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ എന്താണ് ഉണ്ട്. ഒരു രാജഭരണം കാണിക്കുന്ന, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷാജി ബാബനും പിള്ളേരും കാണിക്കുന്നു, പിന്നെ തന്നെ ഇതിൽ കാണിക്കുന്നുള്ളൂ. വേസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ അഭിപ്രായമില്ല. സമയം പോവുക 3 മണിക്കൂറായിട്ടാണ് കുത്തിയിരുന്ന് തന്നെ കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുക. എന്തത്തെ ഈ സിനിമ തല്ലിപ്പൊളി സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു വസ്തുവിനുമില്ല. ഇതുപോലൊരു കച്ചറ സിനിമ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ 3rd പാർട്ട് എന്തിനു വേണ്ടി ഇറക്കിയെന്നാണ് ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കഥയില്ല. സെക്കൻഡ് പാർട്ട് ഞാൻ വിചാരിച്ചു ഷാജി ബാബൻ 4 ഫൈറ്റൊക്കെ ഉണ്ടാവും, പിന്നെ സാത്താൻ സേവിയറിൻ്റെ ഉള്ള ഒരു രീതിയിൽ വിനായകനൊക്കെ എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നു. ധർമ്മജൻ്റെ പറയേണ്ട, ഫുക്രൂൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇനി മിഥുൻ മാനുവൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇതുപോലെ കാട്ടവരാതെ സിനിമ എടുത്തിട്ട് നമ്മളെ സമയം കളയരുത്. സത്യം പറഞ്ഞാൽ ഈ അശ്വന്ത് കോപ്പും ഈ ഷസാമും സീക്രട്ടും നല്ല റിവ്യൂ പറഞ്ഞു. ഇവർ ഈ വാണപ്പടങ്ങൾക്ക് മാത്രം നല്ല റിവ്യൂ പറയുന്നുണ്ടല്ലോ. എന്ത് കാട്ടവരാതെ. ജയസൂര്യൊക്കെ വെറുതെ ഇതിന് വേണ്ടി ഇത്രയും മെനക്കെട്ട് 4 വർഷം വെറുതെ ഉള്ള സിനിമകളൊക്കെ കൊണ്ട് കളഞ്ഞു. ഒരു കഴിഞ്ഞ് ഇപ്പോൾ കത്തനാല് പ്രതീക്ഷ ഉണ്ട്. ഇത് എന്ത് ടൈം ട്രാവൽ പടം എന്ന് പറഞ്ഞിട്ട് ഊഹിച്ചിരുന്ന പൈസ പോയി എന്ന് പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ തല്ലിപ്പൊളി സിനിമ. അത്രയും ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നു പറയുന്നത്. സത്യം പറഞ്ഞാൽ തിയേറ്ററിന് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഈ പടം വർക്കായിട്ടില്ല. തല്ലിപ്പൊളി സിനിമ. ജയസൂര്യൻ്റെ ആട് 3 ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെ 7 ആയിരത്തില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.